ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ വന്നത് ADGP MR അജിത് ഒരു കുമാറിനെ പ്രേക്ഷകന്റെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള കമന്റ് ഉത്തരവാണ്. ഉണ്ട്. അമീറാണ് പറയുന്നത്, അജിത് കുമാർ എന്ന കുട്ടിയെ 10A ക്ലാസ്സിൽ നിന്നും 10C ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു. വളരെ സിമ്പിളായി പറഞ്ഞാൽ അതെ, വളരെ എല്ലാവർക്കും സിമ്പിൾ മനസ്സിലാവുന്ന ആയിട്ടാണ് ഭാഷയിൽ. അദ്ദേഹം ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അത് തന്നെയാണ്. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാരിന്റെ നടപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ഇല്ലാതെയാണ് ഇപ്പോൾ ആ ഓർഡർ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു എന്താ ഇനി ഉള്ള സമയത്തൊരു മറ്റൊരു പേര് വരാതിരിക്കാനുള്ളത് സർവീസ് ബുക്കിൽ ഒരു റിമാർക്കും ഇല്ലാത്ത തരത്തിൽ ഒരു വളരെ കൃത്യമായി അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെ ഏതെങ്കിലും ഒരു നടപടി എന്ന് പോലും വിശേഷിപ്പിക്കാനാവില്ല. കാരണം എന്തെങ്കിലും കണ്ടെത്തൽ ഉണ്ടോ എന്നറിയില്ല. ഒരു സ്ഥലം മാറ്റം, സാധാരണഗതിയിൽ ഒരു സ്ഥലം മാറ്റം എന്ന പ്രതീതിയിൽ തന്നെയാണ് ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഇനി DGP കൊടുത്തിരിക്കുന്ന ADGPക്കെതിരായ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇനി പുറം ലോകം കാണുമോ എന്നറിയില്ല. ഏതായാലും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കൊന്നും ഇനി ഇടയില്ലാത്ത വിധത്തിൽ ADGP MR അജിത് കുമാറിനെ അങ്ങനെ ബറ്റാലിയൻ ADGP ആയി അദ്ദേഹം വഹിച്ചിരുന്ന അതേ ചുമതല തന്നെയാണ്. അതിനു തന്നെ ഒരു സ്ഥലം മാറ്റം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിചിത്ര ഉത്തരവെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. ഏതായാലും ഈ ഉത്തരവ് അല്ലെങ്കിൽ ADGPയുടെ സ്ഥലം മാറ്റം അത് ഇനി ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് പ്രതിരോധത്തിനൊരു ആയുധമാകുമെന്ന് പോലും സംശയം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ പ്രതിരോധത്തെ അങ്ങേയറ്റം ദുർബലമാക്കുന്ന തരത്തിലുള്ളൊരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടത് ദുർബലമായി എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. അല്ലെങ്കിൽ ഈ ഉത്തരവിറങ്ങും മുമ്പ് തന്നെ അതൊരു സ്ഥലം മാറ്റം എന്ന് K. മുരളീധരൻ അടക്കം ഇതൊരു താൽക്കാലിക സ്ഥലം മാറ്റം മാത്രമാണ്, ഇതൊരു താൽക്കാലിക നടപടി മാത്രമാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു സ്ഥലം മാറ്റം മാത്രമാണ്, ചെറിയ നടപടി മാത്രമെന്ന് തിരുവഞ്ചൂരി അടക്കം പറയുന്നു. അപ്പം ഷഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, അപ്പോൾ സർക്കാർ ഈ ഒരു നടപടിയിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പെറ്റായിട്ടുള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനൊരു പ്രശ്നം വരാത്ത രീതിയിലുള്ള ഈ നടപടി അതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ. DGP അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്നുള്ളതാണ് നാം എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. അതിപ്പോൾ ഇങ്ങനൊരു നടപടിയിൽ മാത്രം ഒതുക്കിയിരിക്കുന്നു. അതായത് ഇക്കാര്യത്തിൽ സ്വാഭാവിക സ്ഥലം മാറ്റം എന്ന രീതിയിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് DGPയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വ്യക്തമാക്കിയിട്ടില്ല. മാത്രവുമല്ല, ഈ സർവീസ് ചട്ടപ്രകാരം അത് സ്ഥലം മാറ്റം നടപടിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അതിൽ ആ ഉത്തരവ് നമ്മൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട പോലീസിലെ തന്നെ ചില ആളുകളോടക്കം സർക്കാരിലെ ചില പ്രതിപക്ഷ നേതാക്കളോടും സർക്കാർ ചില ആൾക്കാരോടും ചോദിച്ചപ്പോൾ അതൊരു സ്ഥലം മാറ്റം നടപടി എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം അതിൽ പറയുന്ന കാര്യം ഈ ചുമതലകൾ എടുത്തു മാറ്റി എന്നുള്ളത് മാത്രമാണ്. ഈ ഫോളോവിംഗ് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഓഫ് IPS ഓഫീസേഴ്സ് ആർ ഓർഡേഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് എന്ന് തുടങ്ങുന്നെങ്കിലും അതൊരു തരത്തിൽ സ്ഥാനം മാറ്റം പോലും മാറ്റം നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പ്രധാനപ്പെട്ട പദവി അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി പകരം മറ്റൊരാളെ ആ പദവി ഏൽപ്പിച്ചു. അതിനപ്പുറത്തേക്ക് അതിനൊരു നടപടിയുടെ സ്വഭാവമില്ല. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രാഥമിക നടപടി എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് പിന്തുണ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കാര്യമായ പിന്തുണ അക്കാര്യത്തിൽ ADGP MR അജിത് കുമാറിന് കിട്ടി എന്നുള്ളതാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്ന കാര്യം. രണ്ട് കാര്യങ്ങൾ പറയുന്നു. ADGP ഇന്റലിജൻസ് ആയിരുന്ന മനോജ് എബ്രഹാമിനെ ലോ ആൻഡ് ഓർഡർ ADGP ആക്കി മാറ്റി നിയമിക്കുന്നു. MR അജിത് കുമാറിനെ അദ്ദേഹത്തിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്നും ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചുമതല തന്നെ കൊടുത്തു നിർത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഖ്യമന്ത്രിക്ക് നാളെ നിയമസഭയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കിയ, അത്രത്തോളം രാഷ്ട്രീയ വിവാദമാക്കി മാറ്റിയൊരു വിഷയമാണ്. PV അൻവർ തുടങ്ങിയതാണെങ്കിലും അതിലൊരു ബോംബ് പൊട്ടിച്ചത് VD സതീഷാണ്. പ്രതിപക്ഷ നേതാവ് VD സതീഷാണ് RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച വിവരങ്ങൾ പുറത്തുവിടുന്നത്. അതിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ നിലപാടെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രി അത് മാറ്റി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെ അവസാന ഘട്ടം വരെ വിശ്വസിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ നടപടി എന്ന് സർക്കാർ പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ അല്ലെങ്കിൽ CPI ഇക്കാര്യത്തിൽ പറയുന്ന കാര്യത്തിൽ ഒരു നടപടി ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. വിചിത്രമായ ഉത്തരവ് എന്നതിനപ്പുറത്തേക്ക്, വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ വിചിത്രമായ ഒരു ഉത്തരവ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ ഉത്തരവിനെ നമുക്ക് വിശേഷിപ്പിക്കാനില്ല. തീർച്ചയായും. അതായത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് CPIയുടെ ആക്ഷേപങ്ങൾ, അവരുടെ പൂരം കലക്കൽ അടക്കമുള്ള പരാതി, അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ CPM-നകത്ത് പോലും ഉണ്ടായ ചർച്ചകൾ, ഇതിനെ ഏതെങ്കിലും തരത്തിൽ അതിനപ്പുറത്തേക്ക് DGP ഗുരുതരമായ കണ്ടെത്തലോടുകൂടി നൽകിയ റിപ്പോർട്ട്, ഇതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ CPM നേതൃത്വമോ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെ ഒരു നടപടി എന്ന് വിളിക്കാമോ എന്നറിയില്ല.
പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിശക്തനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ അപ്രസക്തമായ ഒരു അല്ലെങ്കിൽ അപ്രധാനമായ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു നടപടി എന്ന് പോലും വിശേഷിപ്പിക്കാനാവാത്ത എന്തെങ്കിലും ഒരു കണ്ടെത്തൽ, ഒരു വീഴ്ച എന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാത്ത അത്രത്തോളം സംരക്ഷണം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആലൻ ചോദിക്കും, നിങ്ങൾ അജിത് കുമാറിനെ വിട്ടുപിടി കമന്റ് വായിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്തയിൽ തന്നെ രാജേഷ് ഭയങ്കര സംശയമാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ ഈ വാർത്ത ഏറ്റവും പുതിയ വാർത്തയായതുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ടുമാണ് നമ്മൾ ഈ വാർത്തയിൽ തന്നെ അല്പം സമയം കൂടുതൽ നിന്നത്.